ഉവാച ഉത്തമ വാർത്താ ചാനൽ. ഇ പി ജയരാജന്റെ ആത്മകഥ ചോർന്ന കേസിൽ DC ബുക്സ് സീനിയർ ഡെപ്യൂട്ടി എഡിറ്റർ AV ശ്രീകുമാർ അറസ്റ്റിൽ. മുൻകൂർ ജാമ്യമുള്ളതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു. കോട്ടയം ഈസ്റ്റ് പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം വിട്ടിരിക്കുന്നത്. മുൻകൂർ ജാമ്യമുള്ളതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശ്രീകുമാറിനെ ഒന്നാം പ്രതിയാക്കിയായിരുന്നു പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. ശ്രീകുമാറിൽ നിന്നാണ് ആത്മകഥയുടെ ഭാഗങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്നത് എന്നുള്ളതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു നടപടി, സ്വാഭാവിക നടപടി എന്നുള്ള രീതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും പോലീസ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഒന്നാം പ്രതിയായി കണക്കാക്കിയിരിക്കുന്നത് മുൻ പബ്ലിക്കേഷൻ മാനേജറായ AV ശ്രീകുമാറിനെയാണ്. ശ്രീകുമാറിന്റെ കയ്യിലാണ് ഈ ആത്മകഥ ഏൽപ്പിച്ചിരുന്നത്, മറ്റൊരു മാധ്യമ പ്രവർത്തകനിലൂടെ ഏൽപ്പിച്ചിരുന്നത്. അതിനുശേഷം ഇ പി ജയരാജന്റെ അറിവോടെ അല്ലാതെ ഇതിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തുകയും അദ്ദേഹത്തിന്റെ അറിവോടുകൂടി അല്ലാതെ ഇത് മാധ്യമങ്ങളിൽ ഇതിന്റെ പൂർണ്ണ രൂപം പ്രസിദ്ധപ്പെടുത്തുന്നതിന് തരത്തിൽ കൈമാറുകയും ചെയ്തു എന്നുള്ളതാണ് AV ശ്രീകുമാറിനെതിരായ കേസ്. ഏതായാലും അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ മുൻപ് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. മുൻകൂർ ജാമ്യവും ലഭിച്ചിരുന്നു. ഏതായാലും ഇന്നലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. ഇതോടെ DC ബുക്സ് പബ്ലിക്കേഷൻ മുൻ മാനേജറെ അവിടെ സമാധിയിരുത്തും എന്ന് പ്രചരിച്ചിരുന്ന വാർത്ത അടിസ്ഥാനരഹിതമായെന്ന് തെളിഞ്ഞു. എന്നാൽ പരിപ്പോടയും കട്ടൻ ചായയും അവിടെ പ്രസാദമായി നിവേദിക്കുന്ന രീതിയിൽ ഒരു ക്ഷേത്രം ഉയരുമെന്നുള്ള കിംവദന്തി അധികൃതർ വളരെ കരുതലോടെയാണ് ശ്രദ്ധിക്കുന്നത്. അത് നിരുത്സാഹപ്പെടുത്താനുള്ള എല്ലാ നടപടികളുമായി പോലീസ് മുന്നിലുണ്ട്.